തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് തമിഴക വെട്രിക്കഴകം അധികാരമേറ്റതിന് പിന്നാലെ സംസ്ഥാനത്ത് ആദ്യ മന്ത്രിസഭാ വികസനത്തിനുള്ള അണിയറ നീക്കങ്ങൾ സജീവമാകുന്നു. നിലവിൽ പല പ്രമുഖ വകുപ്പുകൾക്കും പൂർണ്ണ ചുമതലയുള്ള മന്ത്രിമാരില്ലാത്തത് ഭരണനിർവഹണത്തെ ബാധിക്കുന്നു എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് മുഖ്യമന്ത്രി വിജയ് എത്രയും വേഗം മന്ത്രിസഭ വികസിപ്പിക്കാൻ ഒരുങ്ങുന്നത്. നിലവിലുള്ള 9 അംഗ മന്ത്രിസഭയെ ഘട്ടം ഘട്ടമായി ഉയർത്തി പരമാവധി പരിധിയായ 34ലേക്ക് എത്തിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നീക്കം. എന്നാൽ സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ അതൃപ്തിയും സർക്കാരിനെ പിന്തുണയ്ക്കുന്ന അണ്ണാ DMK വിമതരുടെ മന്ത്രിസ്ഥാന മോഹങ്ങളും വിജയ്ക്ക് മുന്നിൽ വലിയ രാഷ്ട്രീയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. കഴിഞ്ഞ മെയ് 10-നായിരുന്നു തമിഴക വെട്രിക്കഴകം നേതാവ് വിജയും മറ്റ് 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തത്. മുഖ്യമന്ത്രി വിജയ് നിർണായകമായ ആഭ്യന്തര വകുപ്പും മുതിർന്ന നേതാവ് സെങ്കോട്ടയൻ ധനകാര്യവും കീർത്തന വ്യവസായ വകുപ്പും ഉൾപ്പെടെയുള്ള വിരലിലെണ്ണാവുന്ന പ്രധാന ചുമതലകൾ കൈപ്പറ്റിയെങ്കിലും സംസ്ഥാനത്തെ ഭൂരിഭാഗം മറ്റു വകുപ്പുകളും ഇപ്പോഴും നാഥനില്ലാത്ത അവസ്ഥയിലാണ് തുടരുന്നത്. നിലവിലുള്ള ചുരുക്കം മന്ത്രിമാർക്ക് തന്നെ 3-4 വകുപ്പുകളുടെ അധികാര ചുമതലകൾ കൂടി വഹിക്കേണ്ടി വരുന്നത് ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ ഫയൽ നീക്കങ്ങളെ ദോഷകരമായി ബാധിക്കുകയും ഭരണവേഗത മന്ദഗതിയിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ സർക്കാർ പ്രഖ്യാപിച്ച ജനപ്രിയ ക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും താഴെത്തട്ടിലേക്ക് കൃത്യസമയത്ത് എത്തിക്കണമെങ്കിൽ ഓരോ വകുപ്പിനും പ്രത്യേകമായി പൂർണ്ണസമയ മന്ത്രിമാർ അത്യന്താപേക്ഷിതമാണെന്ന് പാർട്ടിയിലെ മുതിർന്ന നേതൃത്വം തന്നെ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഭരണസ്തംഭനം എന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് വഴി നൽകാതിരിക്കാനും സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുമായി ഭരണവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ മന്ത്രിസഭയിൽ വലിയ രീതിയിലുള്ള ഒരു അഴിച്ചുപണിക്കും വികസനത്തിനുമാണ് മുഖ്യമന്ത്രി വിജയ് ഇപ്പോൾ അടിയന്തരമായി അണിയറയൊരുക്കുന്നത്. തമിഴ്നാട്ടിലെ പുതിയ ഭരണസഖ്യത്തിൽ TVK നേതൃത്വവും കോൺഗ്രസും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ പരസ്യമാക്കിക്കൊണ്ട് പുതിയ മന്ത്രിസഭാ വികസനത്തിൽ കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനങ്ങൾ നൽകാൻ ധാരണയായെങ്കിലും പാർട്ടി ക്യാമ്പുകളിൽ അതൃപ്തി പുകയുകയാണ്. 5 MLA-മാരുള്ള കോൺഗ്രസിന് പുതിയ മന്ത്രിസഭയിൽ 2 സീറ്റുകൾ നൽകാൻ മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തിലുള്ള TVK തയ്യാറായതിനെ തുടർന്ന് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് S. രാജേഷ് കുമാർ, മേലൂർ MLA P. വിശ്വനാഥൻ എന്നിവരുടെ പേരുകൾ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ ഈ തീരുമാനത്തിലും മന്ത്രിസഭാ രൂപീകരണത്തിന്റെ ആദ്യഘട്ടങ്ങളിലും തങ്ങളെ പൂർണ്ണമായി അവഗണിച്ചതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത അമർഷവും നിരാശയുമുണ്ട്. കഴിഞ്ഞ മെയ് മാസത്തിൽ മുഖ്യമന്ത്രി വിജയോടൊപ്പം തന്നെ തങ്ങളുടെ പ്രതിനിധികളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് കോൺഗ്രസ് കരുതിയിരുന്നതെങ്കിലും അന്ന് സഖ്യകക്ഷികളെ മാറ്റി നിർത്തിയത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി പാർട്ടി വിലയിരുത്തുന്നു. TVK നേതൃത്വം തങ്ങളെ കൃത്യമായി വിശ്വാസത്തിൽ എടുക്കുന്നില്ലെന്നും മുന്നണിയിലെ പ്രധാന തീരുമാനങ്ങൾ ഏകപക്ഷീയമായാണ് കൈക്കൊള്ളുന്നതെന്നുമുള്ള കടുത്ത ആക്ഷേപം കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട്. വിജയ് സർക്കാരിന്റെ നിലനിൽപ്പിനും ഭാവി രാഷ്ട്രീയത്തിലും നിർണായക വഴിത്തിരിവാകാൻ പോകുന്ന അണ്ണാ DMK വിമത MLA-മാരുടെ മന്ത്രിസ്ഥാന മോഹങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഏറ്റവും വലിയ ചർച്ചകൾ നടക്കുന്നത്. അണ്ണാ DMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിക്കെതിരെ പാർട്ടിയിൽ കടുത്ത കലാപക്കൊടി ഉയർത്തുകയും നിയമസഭയിലെ നിർണായകമായ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയ് സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്ത് പിന്തുണയ്ക്കുകയും ചെയ്ത 24 വിമത MLA-മാരുടെ കാര്യത്തിലാണ് ഇപ്പോൾ അണിയറയിൽ തർക്കങ്ങളും ചർച്ചകളും കൊഴുക്കുന്നത്. ഈ വിമത നീക്കങ്ങൾക്ക് മുൻപന്തിയിൽ നിന്ന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കളായ CV ഷൺമുഖം, SP വേലുമണി, C വിജയഭാസ്കർ, MR വിജയഭാസ്കർ, R കാമരാജ്, KP അൻപഴകൻ തുടങ്ങിയ വമ്പന്മാരെ പുതിയ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിശ്വസനീയമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തങ്ങളെ പിന്തുണച്ചതിന് പകരമായി വിമത വിഭാഗം 8 മന്ത്രിസ്ഥാനങ്ങൾ വേണമെന്ന കടുത്ത ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളതെങ്കിലും പരമാവധി 5 മന്ത്രിസ്ഥാനങ്ങൾ നൽകി അവരെ ഒത്തുതീർപ്പിലെത്തിക്കാനാണ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ അഴിമതി ആരോപണങ്ങളും മറ്റ് രാഷ്ട്രീയ വിവാദങ്ങളും നേരിടുന്ന ഈ മുൻ അണ്ണാ DMK പ്രമുഖരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നത് അഴിമതിക്കെതിരെ പോരാടുമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിൽ വന്ന വിജയ് സർക്കാരിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയെയും ജനപ്രീതിയെയും ദോഷകരമായി ബാധിക്കുമെന്ന വലിയ ഭയവും ആശങ്കയും മുഖ്യമന്ത്രി വിജയെ അലട്ടുന്നുണ്ട്. അണ്ണാ DMK വിമതരെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നതിനെതിരെ ഭരണസഖ്യത്തിലെ പ്രധാന കക്ഷികളായ കോൺഗ്രസും VCKയും കടുത്ത നിലപാടുമായി രംഗത്തെത്തിയത് വിജയ് സർക്കാരിനുള്ളിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. DMKയുടെയും അണ്ണാ DMKയുടെയും പരമ്പരാഗത കുടുംബ അഴിമതി രാഷ്ട്രീയങ്ങൾക്ക് ശക്തമായ ഒരു ബദൽ പ്രതീക്ഷിച്ചാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ തമിഴക വെട്രിക്കഴകത്തെ തിരഞ്ഞെടുത്തതെന്നും അതിനാൽ തന്നെ അധികാരം നിലനിർത്താൻ വേണ്ടി അണ്ണാ DMK വിമതരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നത് ജനവിധിയെ പൂർണ്ണമായി വഞ്ചിക്കുന്നതിന് തുല്യമാണെന്നും സഖ്യകക്ഷികൾ ഒരേ സ്വരത്തിൽ വാദിക്കുന്നു. DMKയും അണ്ണാ DMKയും ഒരുപോലെ മാറ്റി നിർത്താൻ ജനങ്ങൾ വിജയ്ക്ക് വോട്ട് നൽകിയ സാഹചര്യത്തിൽ
കേവലം അവസരവാദികളായ വിമത നേതാക്കളെ ഭരണത്തിൽ പങ്കാളികളാക്കുന്നത് ജനഹിതത്തിന് വിരുദ്ധമാണെന്ന് കോൺഗ്രസ് നേതാവ് കാർത്തി ചിദംബരം തുറന്നടിക്കുകയുണ്ടായി. ഈ നീക്കത്തെ ശക്തമായി എതിർത്തുകൊണ്ട് VCK ജനറൽ സെക്രട്ടറി D രവികുമാറും രംഗത്തെത്തിയിട്ടുണ്ട്. മുൻപ് പലവിധ രാഷ്ട്രീയ വിവാദങ്ങളിൽപ്പെട്ട അണ്ണാ DMK വിമതരെ മന്ത്രിമാരാക്കുന്നത് പുതിയ സർക്കാരിന്റെ രാഷ്ട്രീയ നൈതികതയെയും വിശ്വാസ്യതയെയും തകർക്കുമെന്നും ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ മുന്നണിക്കും സംസ്ഥാന ഭരണത്തിനും വലിയ ദോഷം ചെയ്യുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. സഖ്യകക്ഷികളുടെ ഈ കടുത്ത എതിർപ്പ് മറികടന്ന് വിമതർക്ക് മന്ത്രിസ്ഥാനം നൽകിയാൽ അത് ഭരണമുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുമെന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. സിനിമയിലെ മാസ് എൻട്രിയേക്കാൾ സങ്കീർണമാണ് തമിഴകത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെന്ന് പുതിയ മുഖ്യമന്ത്രി തിരിച്ചറിയുന്ന ഘട്ടമാണിത്. DA വർധനവ് ഉൾപ്പെടെയുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങളിലൂടെ ഭരണം വേഗത്തിലാക്കാൻ ശ്രമിക്കുമ്പോഴും മുന്നണിയിലെ അസ്വാരസ്യങ്ങൾ പരിഹരിക്കുക എന്നത് എളുപ്പമാകില്ല. ഒരു വശത്ത് സർക്കാരിന്റെ ഭൂരിപക്ഷം നിലനിർത്താൻ വിമതരെ പ്രീണിപ്പിക്കേണ്ടതുണ്ട്, മറുവശത്ത് ഒപ്പം നിൽക്കുന്ന സഖ്യകക്ഷികളുടെ അതൃപ്തി മാറ്റുകയും വേണം. വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കാനിരിക്കുന്ന മന്ത്രിസഭാ വികസനം വിജയ് എന്ന രാഷ്ട്രീയക്കാരന്റെ ഭരണതന്ത്രജ്ഞതയുടെയും പക്വതയുടെയും കടുത്ത പരീക്ഷയായിരിക്കുമെന്നതിൽ സംശയമില്ല.